എയർ ഫ്രയറിൽ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നമ്മൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കില്ലേ, ചിക്കൻ ചുട്ടെടുക്കുന്നത്, അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്തെടുത്താലും വരുന്നത്. അതേപോലെ നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ചിക്കന് കഴുകി റെഡിയാക്കി എടുക്കാം. കഷ്ണങ്ങളാക്കി ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് എല്ലുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. നല്ല സോഫ്റ്റായിട്ട് വരും റെഡിയാക്കി വരുമ്പോൾ. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 4 പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവുള്ളതാണെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കേണ്ടി വരും. കുറച്ച് കറിവേപ്പില, മല്ലിയില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ അരച്ചെടുക്കാം. ഇനി അടുത്തത് ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് അരച്ചതെല്ലാം ചേർക്കുന്നതിൻ്റെ മുന്നായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളം നന്നായിട്ട് കളയണം. വെള്ളത്തോടുക്കനെ ഇതിലേക്ക് ഈ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി വെള്ളമായി പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഉപ്പും ഈ അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളകിൻ്റെ പൊടി. അതേപോലെ കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ മസാല തേച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ആയി. ഇനി ഇതിനെ റെഡിയാക്കി എടുക്കാം. എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാസ്ക്കറ്റ് ഇങ്ങെടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ വരും. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ പേപ്പർ ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ ചില്ലിൻ്റെ പ്ലേറ്റ് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചിക്കന് അല്ലെങ്കിൽ എന്തും വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബാസ്ക്കറ്റിനുള്ളിൽ ഒത്തിരി അങ്ങോട്ട് അഴുക്കാവില്ല. ഇതാവുമ്പോൾ നമുക്കിത് കഴിഞ്ഞാൽ ഈ പേപ്പർ അങ്ങെടുത്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതിലത്തെ എണ്ണ അല്ലെങ്കിൽ നെയ്യ്, മസാല അതെല്ലാം ഇതിലാവും. അപ്പോൾ അതെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടൈമെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പവർ ഓൺ ചെയ്തപ്പോൾ 190-ലാണ് കിടക്കുന്നത്. അപ്പോൾ അത് കൂട്ടി കൊടുത്തിട്ട് 200 ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ താഴോട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ മുകളിലോട്ട് കൂട്ടണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 200-ലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ടൈം കൊടുക്കുന്നത് 25 മിനിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ 15-ലാണ് ചിക്കൻ്റെ ഇത് വന്നതെങ്കിലും കൂടി നമുക്കത് കൂട്ടി കൊടുക്കാം. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും അത് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഇടയ്ക്ക് തുറന്ന് നോക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 7 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം ഉണ്ടാവും. എനിക്കൊരിക്കൽ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ പേപ്പറിനകത്ത് മൊത്തം വെള്ളമായിരുന്നു. എന്നിട്ട് ഞാനത് ഒഴിച്ച് കളയുക ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് ചിക്കൻ പിഴിഞ്ഞെടുത്തിട്ട് വേണം മസാല തേച്ചിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴത്തേന് റെഡിയായി കിട്ടി. അപ്പോൾ ഒരു 25 മിനിറ്റിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഈ റെഡ് കളറിൽ മുളകും പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണേക്കും നല്ലത്. എനിക്കിഷ്ടം ഈ ഗ്രീൻ കളറിലാണ്. അതായത് മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ഒരു കളറ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചേർക്കാതെയും കണ്ടിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് മുളകും പൊടി ചേർക്കുകയാണെങ്കിൽ റെഡ് കളറായി പോകും. റെഡ് കളറിലേക്കും നല്ല ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറ് ഇങ്ങനത്തെ ഗ്രീൻ കളറിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.